Consider a charged harmonic oscillator having a charge Q in an electrical field E. The lowest order non-zero correction to the energy is. അതായത് ഒരു ചാർജ് ഹാർമോണിക് ഓസിലേറ്റർ ആണ്, അതിൻ്റെ ചാർജ് Q ആണ്, അതിൻ്റെ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇയിൽ വെച്ചിരിക്കുകയാണ്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലോവസ്റ്റ് ഓർഡർ നോൺ സീറോ കറക്ഷന് എനർജിയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻസ്. അപ്പോൾ നമുക്ക് നോക്കാം. അതായത് ഒരു അൺപെർട്ടർബ്ഡ് കേസിലത്തെ ഹാമിൽട്ടോണിയൻ്റെ വാല്യൂ ആണ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ പി സ്ക്വയർ ഡിവൈഡ് ബൈ 2m പ്ലസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. അങ്ങനെ കേസിലുള്ള നമ്മുടെ എനർജി എന്ന് പറയുന്നത്, ആ കേസിലുള്ള എനർജി എന്ന് പറയുന്നത് n പ്ലസ് ഹാഫ് എച്ച് കട്ട് ഒമേഗയാണ്. എന്നിൻ്റെ വാല്യൂ 0 1 2 3 അങ്ങനെ പോകണമാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർഡർ കറക്ഷൻ കണ്ടുപിടിക്കുമ്പോൾ എന്തായിരിക്കും, ബ്രാ ഓഫ് n എച്ച് ഡാഷ് കെറ്റ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ ഇലക്ട്രിക്കൽ ഫീൽഡ് വെച്ചിരിക്കണത് Q ആണ് ചാർജ്. അങ്ങനെയൊക്കെ ആകുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹാമിൽട്ടോണിയൻ വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മൈനസ് QEX ആണ് വരുന്നത്. പെർട്ടർബ്ഡ് കേസിൽ അതിൻ്റെ ഹാമിൽട്ടോണിയൻ മൈനസ് QEX ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ Q എന്ന് പറഞ്ഞാൽ മൈനസ് QE കോൺസ്റ്റിനെ പുറത്തെടുത്തു. നമ്മൾ എന്ത് ചെയ്തു, n ഓഫ് x ഓഫ് n നമ്മൾ ചെയ്തു. അപ്പോൾ ഈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, റൂട്ട് ഓഫ് എച്ച് കട്ട് ഡിവൈഡ് ബൈ 2π ഒമേഗ a പ്ലസ് a ഡയഗറാണ്. അത് ഞാൻ അവസാനം കാണിച്ചു തരാം. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ് ഇങ്ങനൊരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ. കാരണം എന്താ, a പ്ലസ് a ഡയഗർ എന്നാണ് പറയണത്. ഇതിനെ ഫസ്റ്റ് എനെ ഇതായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് നോക്കുമ്പോൾ a എന്തായിരിക്കും, റൂട്ട് ഓഫ് n-1 ആയിരിക്കും. അതായത് ഇവിടെ n-ഉം ഇവിടെ n-1 ആയിരിക്കും. അപ്പോൾ ഡെൽ ഓഫ് n(n-1) ആകുമ്പോൾ അതെന്തായിരിക്കും, 0 ആയിരിക്കും. അതുപോലെ തന്നെ a ഡയഗർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതിനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ a ഡയഗറിനെ എന്നോട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് n+1 ആയിരിക്കും. അപ്പോൾ നമുക്ക് അവസാനം റൂട്ട് ഓഫ് n+1 പുറത്തെടുക്കാം. അപ്പോൾ n ഓഫ് n-1 n+1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഡെൽ ഓഫ് n+1 ആയിരിക്കും. അങ്ങനെയാണ് ഇവൻ 0 ആയി പോകുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ലോവസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ എടുത്തു. അപ്പോൾ നമ്മൾ എന്തായിരിക്കും, എം ഓഫ് എച്ച് ഡാഷും നമ്മുടെ ഇപ്പോഴത്തെ പെർട്ടർബ്ഡ് n മോഡ് സ്ക്വയറിനായിരുന്നു കുഴപ്പമില്ല. ഈ n ഓഫ് 0 മൈനസ് em ഓഫ് 0 ആണ് നമ്മുടെ ഫോർമുല. ഇങ്ങനെയാണ് വരുന്നത്. ഒന്നുമില്ല, മോഡ് സെക്കൻഡ് ഓർഡർ ആയ കാരണം സ്ക്വയർ ഇട്ടു, എം ഓഫ് എച്ച് ഡാഷ് ഓഫ് n ഇട്ടു, ഈ n ഓഫ് 0 മൈനസ് em ഓഫ് 0 ഇട്ടു. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഉണ്ടായിരിക്കുക മൈനസ് QE ആണ്, പുറത്ത് QEX. അപ്പോൾ സ്ക്വയർ ആയ കാരണം പുറത്തെടുക്കുമ്പോൾ എന്തായിരിക്കും, മൈനസ് Q² E². ഇവനെ നമ്മളിവിടെ നിർത്തി. എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവനെ നമുക്കറിയാം റൂട്ട് ഓഫ് എച്ച് കട്ട് ഡിവൈഡഡ് ബൈ 2m ഒമേഗ a പ്ലസ് a ഡയഗ്രാന്ന് നമുക്കറിയാം. അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ നോക്കുവാണ് ഇതിലേക്ക്. അതായത് ഇവനെ നമ്മൾ നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും എക്സിൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കാം. എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും, റൂട്ട് ഓഫ് എച്ച് കട്ട് ഡിവൈഡ് ബൈ 2m ഒമേഗ a പ്ലസ് a ഡയഗർന്ന് നമുക്ക് കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് 2 കേസ് ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ ഇവിടെ നമ്മളൊരു m എന്ന് പറഞ്ഞില്ല, ആ m എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n പ്ലസ് m ആയിരിക്കും, n മൈനസ് m ആയിരിക്കും. അത് 2 കേസ് വരും. അപ്പോൾ n പ്ലസ് m വരുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ n പ്ലസ് m ആയിരിക്കും, n മൈനസ് m വരുമ്പോൾ ഇവിടെ n മൈനസ് m ആയിരിക്കും. അതായത് അങ്ങനെ 2 ആൾക്കാരും നമുക്ക് വരും. അത് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ആൾ n+1 എന്ന് ഇട്ട് കൊടുത്തു. എമ്മിൻ്റെ വാല്യൂ n+1 വരും, അതുപോലെ n-1 വരും. നേരത്തെ പറയുന്നത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അതാണ് നമുക്ക് വരാം. അപ്പോൾ നമ്മൾ ഇവനെ ഇവിടെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവനെ നമ്മൾ റൂട്ടാണ് നമുക്ക് സ്ക്വയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും, റൂട്ട് പോകും. എച്ച് കട്ട് ഡിവൈഡ് ബൈ 2m ഒമേഗ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായിരിക്കും, അവനെ നമ്മൾ പുറത്തിറക്കി. ഈ കേസിൽ നമ്മൾ പുറത്തിറക്കി, ബാക്കിയുള്ളവന്മാരെ ഇതുപോലെ തന്നെ നമ്മൾ എഴുതി. അപ്പോൾ നമ്മൾ നോക്കുകയാണ് ഇവിടെ എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായാം. അതായത് ഈ n ഓഫ് 0 മൈനസ് e ഓഫ് n+1 ആണ്. ഈ n ഓഫ് 0 എന്താണ്, n പ്ലസ് ഹാഫ് എച്ച് കട്ട് ഒമേഗയാണ്. ഇവിടെ ഇനി അടുത്തത് എന്താ, മൈനസ് ഓഫ് n+1 എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ n-ൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്തു, n+1 ഇട്ട് കൊടുത്തു, പ്ലസ് ഹാഫ് ഓഫ് എച്ച് കട്ട് ഒമേഗ. എന്നിട്ട് ഈ നെഗറ്റീവിനെ ഉള്ളിലേക്ക് കടത്തുമ്പോൾ എന്തായിരിക്കും, ഈ നെഗറ്റീവ് n ഓഫ് ഹാഫ് എച്ച് കട്ട് ഒമേഗ എന്തായിരിക്കും, അത് വെട്ടിപ്പോവും. ബാക്കി ആരാ ഉള്ളത് നമുക്ക്, മൈനസ് ഓഫ് എന്തായിരിക്കും, 1 പോകുമ്പോൾ മൈനസ് ഓഫ് 1 ആയിരിക്കും ഉണ്ടായിരിക്കാം, എച്ച് കട്ട് ഒമേഗ. അപ്പോൾ നമ്മൾ അവനെ എഴുതി മൈനസ് ഓഫ് എച്ച് കട്ട് ഒമേഗ എന്ന് നമ്മൾ എഴുതി.
മനസ്സിലായില്ലേ? ആദ്യം തന്നെ നമ്മൾ ഇവന്മാരെ എഴുതി. ഇവിടെ n പ്ലസ് ഹാഫ് എച്ച് കട്ട് ഒമേഗ വന്നു. ഇവിടെ എന്നിൻ്റെ സ്ഥാനത്തേക്ക് n+1 പ്ലസ് ഹാഫ് എച്ച് കട്ട് ഒമേഗ. അപ്പോൾ ഇവിടെ കോമൺ ഉള്ളത് എന്താ? n പ്ലസ് ഹാഫാണ്. ഇവിടെയും കോമൺ ഉള്ളത് n പ്ലസ് ഹാഫാണ്. അപ്പോൾ അവന്മാർ പോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഒരാൾ മാത്രം ആരാണ്? മൈനസ് ഓഫ് എച്ച് കട്ട് ഒമേഗ മാത്രമാണ് നമുക്കുള്ളത്. നമ്മൾ അവനെ എഴുതി ഡിനോമിനേറ്ററിൽ മൈനസ് എച്ച് കട്ട് ഒമേഗ എന്ന് എഴുതി. ഇനി ഇവിടെ എന്തായിരിക്കും അടുത്ത ടേം? ഇത് നമ്മൾ n+1 ആയിരുന്നു. ഇനി അടുത്ത ടേം എന്തായിരിക്കും? n-1 ആയിരിക്കും ഡിനോമിനേറ്ററിൽ വരാം. n-1 വരുമ്പോൾ എന്തായിരിക്കും? n-1 വരുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഇവന്മാർ പോവും. ഇവിടെ -1 വന്ന കാരണം ഇവിടുത്തെ മൈനസും കൂടുമ്പോൾ എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. അപ്പോൾ ഇവനെ കിട്ടാൻ നമുക്ക് എച്ച് കട്ട് ഒമേഗ എന്നായിരിക്കും. അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ വന്നിട്ടുള്ളത് രണ്ടാമത്തെ ആളെ ഇവൻ്റെ. ഇനി നമുക്കൊന്നും നോക്കണ്ട, നമ്മളിവനെ എക്സ്പാൻഡ് ചെയ്യണം. അതായത് എ ഡാഗറിനാണ് വന്നിട്ടുള്ളത്. എ പ്ലസ് എ ഡാഗർ. അപ്പോൾ ആദ്യം തന്നെ എനെ എടുത്തു. എനെ എടുക്കുമ്പോൾ ഇവനായിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടാം? എനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് n-1 ആയിരിക്കും. കെറ്റ് ഓഫ് n-1 ആയിരിക്കും. അതായത് റൂട്ട് ഓഫ് n-1 ആയിരിക്കും എ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ഇവനെ നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കി ഈ രണ്ട് ടേംസ് എന്തായിരിക്കും? ഡെൽ ഓഫ് n പ്ലസ് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ എഴുതാം. ഡെൽ ഓഫ് n+1 n-1 ആയിരിക്കും. സാധനം എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി നമ്മൾ രണ്ടാമത്തേനെ നോക്കുമ്പോൾ ഈ എ ഡാഗർ ഇവനായിട്ട് ഓപ്പറേറ്റ് ചെയ്യണത്. അപ്പോൾ എന്തായിരിക്കും? ഇങ്ങനെ ഈ സാധനത്തിൻ്റെ ഈക്വേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് n+1 കെറ്റ് ഓഫ് n+1 എന്നാണ്. അപ്പോൾ ഇവനെ നമ്മൾ പുറത്തിറക്കുമ്പോൾ എന്തായിരിക്കും? ഡെൽ ഓഫ് n+1 കെറ്റ് ഓഫ് n+1 n+1 ആയിരിക്കും. അതായത് ഡെൽ ഓഫ് n+1, n+1 ആയിരിക്കും. അതെന്തായിരിക്കും? 1 ആയിരിക്കും. പിന്നെ ഇവനെ കിട്ടി നമുക്ക് ചെയ്തു. അപ്പോൾ റൂട്ട് ഓഫ് n+1 ഹോൾ സ്ക്വയർ ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും? n+1 ആയിരിക്കും നമുക്ക് കിട്ടാം. അതൊക്കെയാണ് ഇവിടെ എഴുതി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത്തെ നോക്കുമ്പോൾ ഇവൻ എ ആണ്. ഇവനെ എ ഇതുമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? നമ്മൾ ഫസ്റ്റ് തന്നെ ഇവനെ റൂട്ടിനുള്ളിൽ എഴുതും. അത് കഴിഞ്ഞിട്ട് ഒന്ന് കുറയ്ക്കുക ചെയ്യുക എ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? റൂട്ട് ഓഫ് കെറ്റ് ഓഫ് n-1 എന്ന് എഴുതി. ഇനി രണ്ടാമത്തെ അവൻ എടുത്തു. എ ഡാഗർ എടുത്തിരിക്കണം. എ ഡാഗർ എടുക്കുമ്പോൾ എന്തായിരിക്കും? ചെയ്യാറുള്ളത് ഈ എന്നിൻ്റെ കൂടെ. അപ്പോൾ റൂട്ട് ഓഫ് n+1 കെറ്റ് ഓഫ് n+1 എന്ന് എഴുതി. അപ്പോൾ ഇവനെ നമ്മൾ പുറത്തെടുത്തു. നമുക്ക് സ്ക്വയറൊക്കെ ചെയ്യാൻ വേണം. ആദ്യം നമ്മൾ പുറത്തെടുത്തു. പിന്നെ നമുക്ക് ഇവൻ n-1 അത് n+1 ആണ്. അപ്പോൾ നമ്മൾ ഡെൽ ഓഫ് n-1 n+1 എഴുതുമ്പോൾ എന്തായിരിക്കും കിട്ടുക? നമുക്ക് 0 ആയിരിക്കും കിട്ടുക. ഇവിടെ നമുക്ക് രണ്ട് പേരും ഈക്വലാണ്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇവനെ നമുക്ക് പുറത്തിറക്കുകയും ചെയ്യാം. പുറത്തിറക്കുമ്പോൾ എന്താ? സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇവൻ എന്തായിരിക്കും? n ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് രണ്ടാൾക്കാരെ കിട്ടി. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ n+1 എക്സിസ്റ്റ് ചെയ്യും, ഇവിടെ n എക്സിസ്റ്റ് ചെയ്യും. രണ്ടുപേരും സ്ക്വയർ ചെയ്ത് പുറത്തിറക്കുമ്പോൾ ഇവിടെ n+1 n എന്നായിരിക്കും. h/2 ഒമേഗ രണ്ടെണ്ണത്തിലുണ്ട്. ഡിനോമിനേറ്ററിൽ ഫസ്റ്റത്തിൻ്റെ -h/ഒമേഗ ആണ്. ഇവിടുത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? +h/ഒമേഗയാണ്. അപ്പോൾ ഇവന്മാരൊക്കെ നമ്മൾ പുറത്തെടുത്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ നെഗറ്റീവ് മുകളിലോട്ട് എടുക്കുമ്പോൾ -(n-1) ആയിരിക്കും. ഇവിടെ +n ആയിരിക്കും. ഇവിടെ രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആയി കാരണം h/ഒമേഗ ആയിരിക്കും. അപ്പോൾ നമ്മൾ h/ഒമേഗനെ അവിടെ വെച്ചു. ഇവരെ നമ്മൾക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഈ n-ഉം +n-ഉം വെട്ടിപ്പോകുമ്പോൾ -1 h/ഒമേഗ ആയിരിക്കും കിട്ടാം. ഇതാ Q² E² എന്ന് കിട്ടും. പിന്നത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ h/2m ഒമേഗ അവിടെ നിന്ന് നിൽക്കട്ടെ. -1 h/ഒമേഗ ആയിരിക്കും നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇവൻ വെട്ടിപ്പോയി. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? -1 2m ഒമേഗ സ്ക്വയർ Q² E² എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഇവനാണ് നമ്മുടെ ആൻസർ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ എന്തുകൊണ്ടാണ് 0 ആവാൻ കാരണം? നമ്മളോട് ഇത് ലോവസ്റ്റ് ഓർഡർ ഓഫ് കറക്ഷനാണ് കണ്ടുപിടിക്കാൻ. ഫസ്റ്റ് ഓർഡർ കറക്ഷൻ നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെയാണ് 0 ആവാം. റൂട്ട് ഓഫ് h/2m ഒമേഗ പുറത്തെടുത്തു. Q ഓൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ്. അതുകൊണ്ട് നമ്മൾ ആദ്യമേ അത് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവനെ നമ്മൾ എ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്തു. എന്നിനെ എ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താ കെറ്റിനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടാം? റൂട്ട് ഓഫ് n-1 എന്ന് കിട്ടി. റൂട്ട് ഓഫ് n-1 ഈ റൂട്ടിനെ പുറത്തിറക്കി. അപ്പോൾ നമുക്ക് എന്തായിരിക്കും? ഡെൽ ഓഫ് n-1 ഇവന്മാരെന്തായിരിക്കും? 0 ആയിരിക്കും. നമുക്ക് രണ്ട് ആൾക്കാരും സെയിം കിട്ടണം. അല്ലെങ്കിൽ n+1 അല്ലെങ്കിൽ n-1 അല്ലെങ്കിൽ n, n എന്ന് കിട്ടണം. അങ്ങനെ ആൾക്കാർ മാത്രമേ 1 ആയിട്ട് പോവുള്ളൂ. ഇവനെ നമ്മൾ ചെയ്തു. ഇവനെ കിട്ടി ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടാം? റൂട്ട് ഓഫ് n+1 കെറ്റ് ഓഫ് n+1 എന്ന് കിട്ടി. ഇപ്പോൾ റൂട്ട് ഓഫ് n+1 പുറത്തിറക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടാം? അതായത് ഇങ്ങനെയായിരിക്കും നമുക്ക് വരാം.
ബ്രാ ഓഫ് 1 കെറ്റ് ഓഫ് n+1 എന്ന് കിട്ടും. അപ്പോൾ ഇവനെന്തായിരിക്കും ഡെൽ ഓഫ് n+1 എന്നായിരിക്കും കിട്ടുക. അവൻ എന്തായിരിക്കും 0 ആയിരിക്കും. അങ്ങനെയാണ് ഇവിടെ ഉള്ള ഇവന്മാരൊക്കെ 0 ആയ കാരണമാണ് 0 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടിയത്. അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് ഓർഡർ കറക്ഷൻ ആയിട്ടുള്ള ഇവനെ നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മുടെ ആരായിരിക്കും കറക്റ്റ് ഓപ്ഷൻ ഉണ്ടായിരിക്കാം? ഓപ്ഷൻ ഇവനായിരിക്കും നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ.